ഹായ് ഗൈസ്, അപ്പം ഇന്ന് രാവിലെ ബേബിയെ വെച്ചിട്ടുള്ള ഒരു സ്റ്റഡി റൂട്ടീനാണ് കേട്ടോ. രാവിലെ 7:00 ആയപ്പോഴാണ് കേട്ടോ ഞാൻ എണീറ്റത്. ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ബേബീനെ അടുത്ത് അവൾ ബെഡിലൊക്കെ കിടക്കല്. അപ്പോൾ അവളടുത്ത് തൊട്ടിയിലൊക്കെ ഇട്ട് ബെഡും റൂമും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ വൃത്തിയാക്കലാണ് കേട്ടോ ഞാൻ ചെയ്യൽ. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാകും. കാരണം ഇപ്പോൾ ക്ലീനാക്കി ഫ്രഷായി കണ്ടാൽ മൈൻഡ് ഒന്ന് സെറ്റാവും. മറ്റേത് 7:00 തന്നെ നീച്ചിക്കണത്. സമയം അത്രയും ലേറ്റാണ്. 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് നമുക്ക് പഠിക്കാതിരിക്കാനുണ്ടാവും. ഇത് ഇത്രയും ലേറ്റായി എണീക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു മടുപ്പേക്കരം. അപ്പോൾ ആദ്യം നമ്മളെ മടുപ്പ് ചടപ്പ് എങ്ങനെ മാറ്റുക, അതാദ്യം നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ബെഡൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ സെറ്റാക്കിയിട്ട് നമ്മളെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിക്കാം. അങ്ങനെ തന്നെ നമുക്കൊരു ഉന്മേഷവും ഉഷാറൊക്കെ ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം പഠിച്ചായിരുന്നു. ആകെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഞാൻ ഇരിക്കലുള്ളൂ. കാരണം അത് എപ്പോഴും നമ്മൾ വായിച്ച് ഇത് മലയാളം ടെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ വായിച്ചാൽ കുറച്ച് നമ്മൾ ഒരു ദിവസം ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ കുറേ വായിക്കാൻ കഴിയും. വായിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് രാവിലെ തന്നെ ഇരുന്ന് വായിക്കണേ, നമുക്കൊരു ഫ്രഷ് മൈൻഡേക്കാരം രാവിലെ തന്നെ. കാരണം നമ്മളൊന്ന് ഉറങ്ങി എണീക്കുമ്പോൾ നമ്മളെ മൈൻഡ് എപ്പോഴും ഒന്ന് ഫ്രഷ് ആയിക്കാരം. പിന്നെ രാവിലെ ഞാനൊന്ന് പുറത്തിറങ്ങി മൈൻഡൊന്ന് ക്ലെയിം ചെയ്യും. അപ്പോഴാണ് ഒരു പുതിയ കിളിക്കൂട് കണ്ടത്. ഒരു കിളി ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു കിളി വന്ന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീക്ഷിച്ചിട്ട് ഞാൻ കുറച്ച് നേരം പാടത്ത് കൂടെ ഒക്കെ ഒന്ന് നടക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് മൈൻഡൊക്കെ ഒന്ന് സെറ്റാവും. കാരണം വീട്ടിലുള്ള 100 പഞ്ചായത്തുകളുണ്ടാവില്ല നമ്മളെ തലേൻ്റെ ഉള്ളിൽ. ഫുഡ് എന്തുണ്ടാക്കണം, കുട്ടിക്ക് എന്താ കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള പല പഞ്ചായത്തുകളും ഇക്കരം തലേൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി റീഫ്രഷ് ആവാനും ഫ്രഷ് ആവാനൊക്കെയാണ് രാവിലെ ഒന്ന് നടക്കാനിറങ്ങും. വെറുതെ ഇങ്ങനെ ചെടികളും ഇലകളും ഒക്കെ വിരിഞ്ഞിക്കണോ, വെറുതെ ഒക്കെ ഒന്ന് വലുതായിക്കണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു വൈബായിട്ട് വെറുതെ നോക്കാം. പ്രത്യേകിച്ചൊന്നും ഉണ്ടാവുമൊന്നുമില്ല. എന്നാലും ഒന്ന് വെറുതെ നടന്ന് നമ്മൾ പാടവും തൊടും ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഒരു സന്തോഷമാണല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് അലക്കാണ്ടായും കേട്ടോ. ബേബീൻ്റെ ആണ് ഇത്. ഞാൻ അവൾ എണീക്കുന്നതിൻ്റെ മുന്നേ തന്നെ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ പുറത്തത്തെ പണിയാളല്ലേ. പിന്നെ അവൾ നീക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളത്തെ പണിയാൾ എടുക്കുക അവളും കൊണ്ട്. അപ്പം വേഗം അലക്കാനൊക്കെ ഉള്ളതാകുമ്പോൾ നമുക്കൊരു എക്സസൈസായി. കാരണം അതൊരു ബോഡിക്ക് നല്ലതാണ്. കാരണം ആദ്യം തന്നെ നമ്മൾ ചെന്ന് അടുക്കളയിൽ കയറുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും കിച്ചണൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ വെറുതെ വന്ന് നോക്കിയപ്പോഴത്തേനും പുള്ളിക്കാരത്തി നീച്ചു. ഓള് അത്ര നേരത്തെ എണീക്കലില്ല. പിന്നെ ഇന്ന് എന്താ പറ്റിയ അറിയില്ല, ഉറങ്ങണില്ല. അതിൽ പിന്നെ ഞാൻ എടുത്തു. പിന്നെ ഓളെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി. 8:15 ആയപ്പോഴത്തേന് ഓൾ എണീച്ചു. പിന്നെ ഓളെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കലാണ് പിന്നത്തെ പണി. അത് കഴിഞ്ഞ് ഓളെ കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞ് ഒക്കെ സെറ്റായി. ഓളിപ്പോൾ പനിയായതുകൊണ്ട് ഫുഡൊന്നും കഴിക്കലില്ല. പിന്നെ ഓളൊപ്പം ഇരുന്ന് ഇതും നമുക്ക് വായിക്കാനുള്ളതേ ഓളിപ്പം ഇരുന്ന് രാവിലെയൊക്കെ നമുക്ക് വായിക്കാനുള്ളതൊക്കെ വായിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണാതെ പഠിക്കാനുള്ളതൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ പഠിക്കണം. ഇതാകുമ്പോൾ നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം വായിച്ചത് നമ്മളെ തലയിലുണ്ടാവും, നമുക്ക് മനസ്സിലാവും. കാരണം ഒന്ന് മനസ്സിലാക്കി വായിച്ചാൽ മതി. അങ്ങനെ ഓളെ കൂടെയും കുറച്ച് നേരം ഇരുന്ന് വായിക്കും. പിന്നെ ഓളധികം സമ്മതിക്കില്ല വായിക്കാനൊന്നും. ഓളിൻ്റെ ഒപ്പം വരും. വേഗം അവിടെ ഇരുത്തിയിട്ട് പിന്നെ ഇങ്ങനെ കുറച്ച് നേരം എൻ്റെ ഒരു സമാധാനത്തിനാണ് കുറച്ച് നേരം വായിച്ചാൽ അത്രയും ആയില്ലേന്ന് കരുതിയിട്ടാട്ടോ ഞാൻ എന്നെ സമ്മതിക്കണില്ലെങ്കിൽ ഞാൻ ഓളൊപ്പം ഇരുന്നായി ചെയ്യണത്. കാരണം കാണാതെ പഠിക്കാനുള്ളതൊന്നും നമ്മൾ വായിച്ചില്ലല്ലോ. പിന്നെ കഴിഞ്ഞ് കുറച്ച് 10:30 ആകുമ്പോൾ ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞ് ഓൾ ഉറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ. ഓക്കെ, ബൈ.